ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ മറവിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ നടത്തിയ അഴിമതിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2012 മുതുതല ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2017 പാലിയേറ്റീവ് സൊസൈറ്റിക്കായി പുതിയ വാഹനം വാങ്ങി. എന്നാൽ സ്വന്തമായി വാഹനം വാങ്ങിയിട്ടും വർഷങ്ങളായി വാടകയ്ക്ക് വാഹനമെടുത്താണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കാണിച്ചാണ് ജെഎച്ച്ഐ അഴിമതി നടത്തിയതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. 16ഓളം വരുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഇംപ്ലിമെന്റ് ഓഫീസറാണ് മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഒരു വർഷം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗീകരിച്ച് കിട്ടിയാൽ സർക്കാർ പണം അനുവദിക്കുന്ന മുറയ്ക്ക് ആ പൈസ നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ഓഫീസറായ ഡോക്ടറുടെ നിലയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറും. ഈ 16 പദ്ധതിയുടെയും ബില്ല് നോക്കേണ്ടത്, ചെക്ക് ഒപ്പിടേണ്ടത് ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ടാണ്. പഞ്ചായത്തിനോ പ്രസിഡന്റിനോ അല്ല പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ല. അങ്ങനെ ചെലവഴിച്ച ഒരു പാലിയേറ്റീവ് പദ്ധതിക്കകത്താണ് ജെഎച്ച്ഐ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷണം നടത്തിയപ്പോൾ ഗുരുതരമായ ലംഘനമാണ് അഴിമതിയായി നടന്നിട്ടുള്ളത്, അതും പാലിയേറ്റീവ് പ്രവർത്തനത്തിന്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന ശക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത്. ജെഎച്ച്ഐയെ DMO റീഇൻസ്റ്റേറ്റ് ചെയ്തു, അവരെ ട്രാൻസ്ഫർ ചെയ്തു. ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല, അത് വെറുതെ പറഞ്ഞു പോകുന്ന പ്രൊമോഷൻ കൊടുത്തു എന്ന്. ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട്ടത്തെ ഇരുമ്പലാശ്ശേരി പഞ്ചായത്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ആ അന്വേഷണം നടത്തി ഗുരുതരമായ കുറ്റം കണ്ടെത്തിയ ആൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാവിധ പിന്തുണയും പഞ്ചായത്ത് ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. അതിനുള്ള വലിയ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഇവിടെ ഈ വിഷയം പഞ്ചായത്ത് ബോർഡിൽ വന്നപ്പോൾ UDF മെമ്പർമാരിൽ 4 പേരും വരെ എതിർത്തുള്ളൂ, ബാക്കി ആരും എതിർത്തില്ല. അതെന്താ ചൂണ്ടിക്കാണിക്കുന്നത്? അഴിമതിക്ക് എതിരെയല്ല, അഴിമതിയെ അനുകൂലിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് ആ 4 പേരും ഈ ജെഎച്ച്ഐയുമായുള്ള എന്തോ അവിഹിത ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക. പാലിയേറ്റീവ് സമിതിയുടെ ഡ്രൈവറുടെയും പാലിയേറ്റീവ് സമിതി കൺവീനറുടെയും പരാതിയെ തുടർന്നാണ് ഭരണസമിതി വിഷയത്തിൽ ഇടപെട്ടത്. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ അന്വേഷണത്തിൽ ജെഎച്ച്ഐ കുറ്റം സമ്മതിക്കുകയും എഴുതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെഎച്ച്ഐയെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ നിയമനാധികാരമുള്ള ഉദ്യോഗസ്ഥനെ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ എന്ന DMOയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഷൻ പിൻവലിച്ച് ജെഎച്ച്ഐയെ DMO ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും പോകാനാണ് ഭരണസമിതിയുടെ തീരുമാനമെന്നും ഇത് മറച്ചുവെച്ച് UDF ജെഎച്ച്ഐ നടത്തിയ അഴിമതി പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ജനങ്ങൾക്ക് മുന്നിൽ പുകമറ സൃഷ്ടിക്കുകയാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്റ്റുകളും നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർ മുഖാന്തരമാണ്. മെഡിക്കൽ ഓഫീസറാണ് പാലിയേറ്റീവ് സമിതി ആയാലും മറ്റ് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്റ്റുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മെഡിക്കൽ ഓഫീസറാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ കണ്ട കാലം, ഇപ്പോൾ ഇത്രയും കാലം അതിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ലാതെ തന്നെ വളരെ നന്നായാണ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ. അതിപ്പോൾ ഉദാഹരണം നമുക്ക് ആർദ്രം പുരസ്കാരമൊക്കെ നമുക്ക് ലഭിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നന്നായി ആരോഗ്യ മേഖല പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി ലഭിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെ ചില ക്രമക്കേടുകൾ അവിടുത്തെ ജെഎച്ച്ഐ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവറായിരുന്ന മണികണ്ഠൻ്റെയും പാലിയേറ്റീവ് സമിതിയുടെ കൺവീനറുടെ ഒരു പരാതി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ആ ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടുകയും അദ്ദേഹം തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജെഎച്ച്ഐ ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയും വിളിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത് തെറ്റ് നമ്മളോട് സമ്മതിച്ചതാണ്, തെറ്റ് പറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന അധികാരം വെച്ച് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആ ചട്ടം പ്രകാരമാണ് നമ്മൾ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തത്. പക്ഷേ ആ സസ്പെൻഷൻ അതിൻ്റെ DMO
DMO അവരാണ് സസ്പെൻഷൻ നടത്തേണ്ടത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും അതുപ്രകാരം മെഡിക്കൽ ഓഫീസർ ആ ഉദ്യോഗസ്ഥനെ വീണ്ടും ജോയിൻ ചെയ്യിച്ച് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ആ നടപടിയിൽ ഭരണസമിതി അതിൻ്റെ പ്രതിഷേധം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ നിയമപരമായിട്ട് നമ്മൾ ആരോഗ്യമന്ത്രിക്ക് അതുപോലെ ഡയറക്ടർ DH DMOക്ക് ഒക്കെ നമ്മുടെ പരാതി നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇപ്പോൾ UDF യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഭരണസമിതിയെയും മറ്റും വളരെ കരിവാരിത്തേക്കുന്ന ഒരു തരം ഇതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭരണസമിതിയിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ഭരണസമിതിയിൽ ഈ സസ്പെൻഷൻ നടപടി അംഗീകരിക്കുന്ന ഭരണസമിതിയിൽ UDF മെമ്പർമാർ 6 പ്രതിപക്ഷ ഇതിലുള്ളതിൽ 4 മെമ്പർമാർ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തി ആ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ അനുകൂലിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് C. മുകേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബുഷ്ര സമദ്, PM ഉഷ, PD സതീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.